Hello my dear students, welcome back to biology class. Today we are going to discuss about our new chapter, that is let's regain our fields. That means വീണ്ടെടുക്കാം വിളനിലങ്ങൾ. നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ബയോളജിയിലെ ലെറ്റ്സ് റിഗെയിൻ അവർ ഫീൽഡ്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, didn't you notice the illustration and the newspaper report? Here there are one illustration and a newspaper report. Is it? Yes. What is that? Yes, ആ ഒരു ഇല്ലുസ്ട്രേഷനിൽ ഫുഡ് സ്കാസിറ്റിയെയും ഫുഡ് സെക്യൂരിറ്റിയെയും ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ലൈക്ക് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്. ദ റിപ്പോർട്ട് ഈസ് ലോക്സഭ പാസസ് ഫുഡ് സെക്യൂരിറ്റി ബിൽ. New Delhi, the Lok Sabha has passed the food security bill. The bill ensures the distribution of food grains at a lower rate. അതായത് ലോക്സഭ പാസ്സാക്കിയ ബില്ലിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫുഡ് ഗ്രെയിൻസ് ലോവർ പ്രൈസിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. The bill has been legalized to distribute rice at a price of 3 rupees and wheat at 2 rupees per kilogram. കിലോഗ്രാം കണക്കിൽ വെച്ചിട്ട് റൈസിന് 3 രൂപയും വീറ്റിന് 2 രൂപയും വെച്ചിട്ട് കൊടുക്കണമെന്നാണ് ലോക്സഭ പാസ്സാക്കിയ ബില്ലിൽ പറയുന്നത്. അതുപോലെ നമുക്ക് ഫുഡ് സ്കാസിറ്റി മീൻസ് ഭക്ഷ്യത്തിൻ്റെ ദൗർലഭ്യം, നമുക്ക് ഫുഡ് കിട്ടാത്ത വരുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഫുഡ് സ്കാസിറ്റി. ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഫുഡിനെ സെക്യൂർ ചെയ്യാൻ പറ്റും, അതിനെങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. What is the concept indicated by the illustration? Discuss it with your friends. Here there are 3 indicators are given. The first one, reason for the scarcity of food. ഫുഡിൻ്റെ സ്കാസിറ്റിക്ക്, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യത്തിന് എന്തൊക്കെയാണ് കാരണം? നമ്മൾ ഓവറായിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ഫുഡ് സ്കാസിറ്റി അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡിൻ്റെ, വുഡിൻ്റെ, ഫ്യൂവൽസിൻ്റെ ഒക്കെ ലാക്നെസ് എന്ത് കാരണമാകുന്നുണ്ട്? ഫുഡ് സ്കാസിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. ആൻഡ് ദ സെക്കൻഡ് ഇൻഡിക്കേറ്റർ, റോൾ ഓഫ് സയൻസ് ഇൻ സോൾവിങ് ദി സ്കാസിറ്റി ഓഫ് ഫുഡ്. ഫുഡ് സ്കാസിറ്റി തടയാൻ എന്താണ് സയൻസിൻ്റെ റോൾ? അവിടെ സോൾവ് ചെയ്യാൻ എന്തൊക്കെ റോളാണ്? നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ സയൻറ്റിഫിക് മെത്തേഡായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഫുഡ് സ്കാസിറ്റി ഒരു പരിധി വരെ നമുക്ക് അതിനെ തടയാൻ പറ്റും. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ കൺസർവേഷൻ ചെയ്യുക, അതുവഴിയും നമുക്കൊരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. സോ ദ 2 points are, the first one is conservation of environmental factors and the second one scientific method of agriculture. Okay. And the third question, relevance of food security. ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷയുടെ പ്രസക്തി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. And the answer is, it is the situations that ensures sufficient food for everyone and where there is no poverty or health issues due to the lack of nutrition. എന്താണ് ഫുഡ് സെക്യൂരിറ്റിയുടെ റിലവൻസ് എന്ന് പറയുന്നത്? അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരിലേക്കും സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് എത്തിക്കുക എന്നുള്ളത് എന്താണ്? അതുതന്നെയാണ് ഒരു ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് പോവേർട്ടി ഇല്ലാതെ, ന്യൂട്രീഷൻ്റെ അഭാവത്തിൽ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ എല്ലാവരിലേക്കും സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഫുഡ് സെക്യൂരിറ്റീൻ്റെ റിലവൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ആ 3 ക്വസ്റ്റ്യൻസിനും നോട്ട് ബുക്കിൽ ആൻസർ എഴുതണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോർ എ പ്രോസ്പെറസ് ഫ്യൂച്ചർ. ഫുഡ് സെക്യൂരിറ്റി എന്താണ് നമ്മൾ പറഞ്ഞു. വാട്ട് യു മീൻ ബൈ ഫുഡ് സെക്യൂരിറ്റി? യെസ്, ഇറ്റ് ഈസ് എ സിറ്റുവേഷൻസ് ദാറ്റ് എൻഷുവേഴ്സ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവരി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. It's necessary to ensure food security for a better and healthy society
where there is no poverty or health issues due to lack of nutrition. അതായത് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ഭക്ഷണം എത്തിക്കണം, ഒരു കുറവും കൂടാതെ എല്ലാവരിലേക്കും ഭക്ഷണം എത്തിക്കുക. അതിൽ പോവേർട്ടി ഇല്ലാതെ, ന്യൂട്രീഷൻ്റെ അഭാവത്തിൽ, മറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ എല്ലാവരിലേക്കും ഫുഡ് എത്തിച്ചിട്ട് ഒരു ഹെൽത്തി ലൈഫ്, ഒരു ഹെൽത്തി സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, നമുക്ക് അവിടെ ഒരു ടേബിൾ കാണാൻ പറ്റും. ഇയർ 1971 തൊട്ടിട്ട് 2011 വരെയുള്ള റൈസ് പ്രൊഡക്ഷൻ്റെ കണക്കും അതുപോലെ പോപ്പുലേഷൻ്റെ കണക്കും കാണിക്കുന്ന ഒരു ടേബിൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ടേബിൾ നമുക്ക് പറയാൻ പറ്റും 1971 ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, കൾട്ടിവേഷൻ്റെ ഒരു ലാൻഡ് കൾട്ടിവേഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് 8.75 ഇൻ ലാക്ക് ഹെക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ പ്രൊഡക്ഷന് 13.65 ഉണ്ടായിരുന്നു. പോപ്പുലേഷൻ കോടിയിൽ കണക്കെടുക്കുകയാണെങ്കിൽ 2.13 പോപ്പുലേഷൻ ആയിരുന്നു 1971. 1991 ആയപ്പോൾ 5.5, 10.6, 2.91 എന്നിങ്ങനെ കുറഞ്ഞു. ബട്ട് പോപ്പുലേഷൻ അവിടെ കൂടുകയാണ് ചെയ്തത്. ആൻഡ് ഇൻ 2011 റൈസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2.08 ആയി. ആൻഡ് ലാൻഡ് കൾട്ടിവേഷൻ, അത് ചെയ്യുന്ന ലാൻഡിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 2.08 ആയി. അതിൻ്റെ റൈസ് പ്രൊഡക്ഷന് 13.65 നിന്നും ഡിക്രീസ് ചെയ്ത് 5.69 ആയി. ബട്ട് ഇൻ ദി കേസ് ഓഫ് പോപ്പുലേഷൻ, വാട്ട് ഈസ് യെസ്, ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ടു 3.34 ഫ്രം 2.13. 2.13 നിന്നും 2011 ആയപ്പോഴത്തിന് പോപ്പുലേഷനിൽ 3.34 ആയി. അതുപോലെ തന്നെ റൈസ് പ്രൊഡക്ഷൻ 5.69 ആയി 13.65 നിന്ന്. അതുപോലെ തന്നെ ലാൻഡിൻ്റെ ഏരിയ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് 8.75 നിന്നും 2.08 ആയി. From this table, we clearly understand that yes, rice production is decreased. Is it? Yes. ഓരോ ഇയർ കൂടുന്തോറും റൈസ് പ്രൊഡക്ഷനും ലാൻഡിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നതും കുറഞ്ഞു വരികയും പോപ്പുലേഷൻ്റെ എമൗണ്ട് കൂടി വരികയാണ്. നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആർ: what were the changes that occurred in the area of agricultural field from the year 1971 to 2011? 1971 തൊട്ടിട്ട് 2011 വരെ ഇല്ലേ, എന്താണ് അഗ്രികൾച്ചറൽ ഫീൽഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? കൾട്ടിവേഷനിൽ ഇറ്റ്സ് കൾട്ടിവബിൾ ലാൻഡ് ഈസ് ഡിക്രീസിങ്. കൃഷി ചെയ്തു വരുന്ന സ്ഥലങ്ങൾ ഓരോ വർഷം കൂടുന്തോറും അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, വാട്ട് ടെൻഡൻസി കുഡ് ബി ഒബ്സർവ്ഡ് ഇൻ റൈസ് പ്രൊഡക്ഷൻ? റൈസ് പ്രൊഡക്ഷൻ ഈസ് ഓൾസോ ഡിക്രീസസ്. ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഡ്യൂറിങ് ദിസ് പീരീഡ്? പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഇൻക്രീസ്ഡ്. റൈസ് പ്രൊഡക്ഷൻ കുറയുകയും പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈസ് ദിസ് ടെൻഡൻസി ഈസ് ഡിസൈറബിൾ? വൈ? ഈ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഇത് ഈ പോകുന്നത് കറക്റ്റാണോ? അല്ല. കാരണം എന്താണ്? The excessive exploitation of natural resources has increased their depletion in nature. നമ്മൾ എക്സസീവായിട്ട് നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അതിനെ നമ്മൾ ചൂഷണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും തോറും. സോ ഇഫ് ദിസ് കണ്ടിന്യൂസ്, ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ വി ഹാഡ് ടു ഫേസ് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ്. നമുക്കൊരുപാട് റിസോഴ്സസിൻ്റെ ഷോർട്ടേജ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് സോ റിസോഴ്സ് ഷുഡ് ബി യൂസ്ഡ് ജുഡീഷ്യസ്ലി. സോ നമുക്ക് കിട്ടുന്ന ഏത് ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ നാച്ചുറൽ നിന്ന് കിട്ടുന്ന ഏത് റിസോഴ്സസും നമ്മൾ ജുഡീഷ്യലി വേണം യൂസ് ചെയ്യാൻ, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ. ഓക്കെ, ആൻഡ് ആ ഒരു 3 ഇൻഡിക്കേറ്റേഴ്സിനും ടേബിൾ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. We have so far examined
only the production of rice. The case is not different with other food items too. How is it that we have to depend on other states for fruits, vegetables, egg and meat? ഒരു റൈസ് പ്രൊഡക്ഷൻ്റെ കേസിൽ മാത്രമല്ല നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നമ്മളിത് ഫേസ് ചെയ്യുന്നത്. ബട്ട് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ്, എഗ്, മീറ്റ് എക്സെട്ര ഇതിനൊക്കെ നമ്മൾ എന്താണ് അതർ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്, അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ എന്നാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. It's a challenge to ensure food security in a situations when cultivable land is decreasing. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നവഡേയ്സ് നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാ കൾട്ടിവബിൾ ലാൻഡ്സും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതൊരു ചലഞ്ചായി എടുക്കണം. ഈ കൾട്ടിവബിൾ ലാൻഡ് ഡിക്രീസ് ചെയ്യുന്നത് തടയുന്നത് നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എൻഷുവർ ചെയ്യുക എന്നുള്ളതൊരു ചലഞ്ചായിട്ട് എടുക്കുക. And it's essential to recreate a culture of love for the soil and agriculture. പണ്ടത്തെ പോലത്തെ ആ ഒരു കൾച്ചർ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതായത് നമ്മുടെ കൃഷിയോട് നമ്മൾ നല്ല സ്നേഹവും അടുപ്പവും ഒക്കെ കാണിച്ചിട്ട് കൃഷിയിടങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മുടെ കൾച്ചേഴ്സ് മാറ്റിയെടുത്തിട്ട് അതിനോട് നല്ല രീതിയിലുള്ളൊരു സമീപനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. റിഗൈനിങ് ലോസ്റ്റ് കൾട്ടിവബിൾ ലാൻഡ് ഈസ് ആൾസോ ഇമ്പോർട്ടൻ്റ്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ലാൻഡും വീണ്ടെടുക്കുക എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൺലി ത്രൂ എ കോംപ്രഹെൻസീവ് അപ്രോച്ച് ക്യാൻ വി റെഡ്യൂസ് അവർ എക്സസീവ് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഫോർ ഫുഡ്. നമ്മൾ നന്നായിട്ട് നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്ത് ഫുഡിനോട് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്താൽ തന്നെയുള്ളൂ നമ്മൾ വേറെ കൺട്രീസിന് ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുറക്കാൻ പറ്റുകയും നമ്മുടെ കൺട്രി തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് എത്ര വേണ്ടതെന്നുള്ള അത്രയും പ്രൊഡക്ഷൻസിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അതിനോടുള്ള ആ ഒരു കൾച്ചർ മാറ്റിയിട്ട് അഗ്രികൾച്ചർ ഫീൽഡിനോട് നല്ല രീതിയിലായിട്ട് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. ക്രൈസിസ് ഇൻ ദി അഗ്രികൾച്ചർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് കർഷകർ നേരിടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ് ബൈ ദി ഫാമേഴ്സ് ടുഡേ? എന്തൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളാണ് ഫാമേഴ്സ് നേരിടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ middlemen, and the second one is climate change. Third one, fall in price. Fourth one, cost of production. Fifth one, crop loss. And sixth one, lack of space. And seventh one, environmental destruction and health issues. So those are the main important points are faced by the farmers in the agricultural sectors. Are the first one, exploitation by middlemen. That means ഇടനിലക്കാരുടെ ചൂഷണം. ഈ ഫാമേഴ്സ് ഇത് കൃഷി ചെയ്ത് വിൽക്കുമ്പോൾ അതിൽ വന്നിട്ട് ബാക്കിയുള്ളവർ വന്ന് ആ ഒരു മാർക്കറ്റ് പ്രൈസ് ഒന്നും കിട്ടാതെ അവർക്ക് വന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽമെൻ. ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ മാറുന്നതും അവർ അനുഭവപ്പെടുന്ന വേറൊരു ക്രൈസിസ് ആണ്. ആൻഡ് ഫോൾ ഇൻ പ്രൈസ്, വിലയിൽ വരുന്ന നഷ്ടങ്ങൾ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിൽ വരുന്ന ചിലവ്. ക്രോപ്പ് ലോസ്, വിളനഷ്ടം. ലാക്ക് ഓഫ് സ്പേസ്, സ്ഥലപരിമിതികൾ. എൻവിറോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, പരിസ്ഥിതിയുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ. സോ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആർ ഫേസ്ഡ് ബൈ ദി ഫാമേഴ്സ് ഇൻ ദി അഗ്രികൾച്ചർ സെക്ടർ. സോ ഈ 7 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇത് കൂടാതെ നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും?
പിന്നെ കർഷകർ നേരിടുന്നത്, ഫാമേഴ്സ് നേരിടുന്നത് എന്തൊക്കെയോ ഒബ്സ്റ്റക്കിൾസ് ആണ്? ലാക്ക് ഓഫ് സ്പേസ് പറഞ്ഞു, അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്യുപ്മെൻറ്റ്സ്, നല്ല എക്യുപ്മെൻറ്റ്സ് കിട്ടാതെ വരുന്നതും അവർ നേരിടുന്നൊരു പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ ലേബേഴ്സിൻ്റെ ഇൻഅവൈലബിലിറ്റി, നല്ല പണിക്കാരെ കിട്ടാതെ വന്നാലും ഫാർമേഴ്സ് എന്ത് ചെയ്യുന്നത്, അതും അവർ നേരിടുന്ന വേറൊരു ഒബ്സ്റ്റക്കിളാണ്. അതുപോലെ തന്നെ ബെറ്റർ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കിട്ടാതെ വന്നാലും അവരെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. സോ അതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഫാമേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഫെർട്ടൈൽ സോയിൽ ദ ബേസിസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. ഫെർട്ടൈൽ സോയിൽ മീൻസ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, about 20 different elements are required for the proper growth of plants. പ്ലാന്റ്സിൻ്റെ പ്രോപ്പർ ഗ്രോത്തിന് 20 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് മസ്റ്റാണ്. ആൻഡ് ദേ ആർ നോൺ ആസ് ദി എസെൻഷ്യൽ എലമെൻറ്റ്സ്. സോ ഈ ഒരു 20 എലമെൻറ്റ്സിന് വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. ആൻഡ് ദർ ആർ റിക്വയർഡ് ഫോർ ദി പ്രോപ്പർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ പ്രോപ്പർ ഗ്രോത്തിന് ആ എലമെൻറ്റ്സ് മസ്റ്റാണ്. ആൻഡ് ദ എലമെൻറ്റ്സ് ആർ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, ഫോസ്ഫറസ്, എക്സെട്ര. സോ ദീസ് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ്. Those elements are made naturally available in the soil through decomposition by microorganism. സോ എങ്ങനെയാണ് ഈ എലമെൻറ്റ്സ് നമുക്ക് സോയിൽ അവൈലബിൾ ആകുന്നത്? നമ്മൾ ഓരോരോ എലമെൻറ്റ്സ് നമ്മൾ സോയിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണോ? നോ, ഇറ്റ്സ് അവൈലബിൾ ത്രൂ ദി ഡീകമ്പോസിഷൻ ബൈ മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡീകമ്പോസിഷൻസ് വഴിയാണ് നമുക്ക് ഈ എലമെൻറ്റ്സ് സോയിലിൽ നിന്നും ലഭ്യമാകുന്നത്. ഓക്കെ, ഹാവിൻ യു ലേൺ the advantages of growing leguminous plants in field? നമ്മൾ ഫീൽഡിൽ കൃഷിക്കും മണ്ണിനൊക്കെ ഒന്നും കൂടി ഒരു മെച്ചപ്പെട്ട ആ ഒരു ക്രോപ്പ് ഈൽഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ലെഗ്യുമിനസ് പ്ലാന്റ്സ് ഫാം ചെയ്യാറുണ്ട്. അതായത് പയറുവർഗ്ഗ സസ്യങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതെന്തിനാണ്? നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എയിം വരുന്നത്. ഓക്കെ, ബിസൈഡ്സ് ദിസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ദി ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ടു. നമുക്ക് എസെൻഷ്യൽ എലമെൻറ്റ്സ് കൂടാതെ ഫെർട്ടിലൈസേഴ്സ് മീൻസ് എന്താണ്? വളങ്ങൾ യൂസ് ചെയ്തിട്ടും നമുക്ക് നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. And the pH of the soil also is an important factor that influence the growth of plants. നമ്മുടെ സോയിലിന് ആൽക്കലൈൻ പി എച്ച്, ആസിഡ് പി എച്ച്, ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്ന പോലെ പി എച്ച് വാല്യൂ ഉണ്ട്. സോ ആ ഒരു പി എച്ച് വാല്യൂയും നമ്മുടെ സോയിലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാന്റിൻ്റെ ഗ്രോത്തിന്. ആൻഡ് ദ പ്രസൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സോയിൽ ആൻഡ് ദ പി എച്ച് വാല്യൂ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ സോയിൽ ടെസ്റ്റിംഗ്. മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് നമ്മുടെ സോയിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പി എച്ച് വാല്യൂ എത്രയാണ് സോയിലിൻ്റെത് എന്നതൊക്കെ നമുക്ക് ത്രൂ സോയിൽ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംഗി, ആൽഗെ, ടെർമൈറ്റ്, എർത്ത് വോം എക്സെട്ര ഹെൽപ്സ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. അതുപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നവരാണ് ആരൊക്കെ? യെസ്, ബാക്ടീരിയ, ഫംഗി, ടെർമൈറ്റ്, എർത്ത് വോം, ആൽഗെ. സോ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻസിന് എഴുതാൻ പറ്റിയ ആൻസേഴ്സാണ് ത്രൂ എസെൻഷ്യൽ എലമെൻറ്റ്സ്, ത്രൂ ദി യൂസ് ഓഫ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ എക്സെട്ര. ആൻഡ് ത്രൂ ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി, ആൻഡ് ത്രൂ ദ യൂസ് ഓഫ് ലെഗ്യുമിനസ് പ്ലാന്റ്സ്, ആൻഡ് ത്രൂ ബാക്ടീരിയ, ഫംഗസ്, ആൽഗെ, ടെർമൈറ്റ്, എർത്ത് വോം എക്സെട്ര. ഇതുവഴിയൊക്കെ നമുക്ക് നമ്മുടെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ പേജ് നമ്പർ 114 3 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കോളത്തിനെ ബേസ് ചെയ്തിട്ട്. ആ 3 ഇൻഡിക്കേറ്റേഴ്സും നല്ല കറക്റ്റായിരുന്ന് വായിച്ചിട്ട് ആ കോളം നോക്കിയിട്ട് അതിൻ്റെ 3ൻ്റെയും ആൻസേഴ്സ് നോട്ട്ബുക്കിലോട്ട് എഴുതാം. ഓക്കെ, and the next one, the farmers use different kind of fertilizers in order to increase the fertility of soil. Yes,
സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും, ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ലീഫ് മാനുവേഴ്സ്, അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഫാമേഴ്സ് സോയിലിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു പാംഫ്ലെറ്റ് തന്നിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡിലോട്ട് ഗീതു എന്ന് പറയുന്നൊരു കുട്ടി പോയിട്ടുണ്ട്. സോ വാട്ട് ഈസ് എ മൈക്രോബിയൽ ഫെർട്ടിലൈസർ? മൈക്രോബിയൽ ഫെർട്ടിലൈസർ ഫോർ ബെറ്റർ ഈൽഡ്. അതായത് എന്താണ്? മെച്ചപ്പെട്ട വിളവിന് ജീവാണുവളം എന്നതാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഫോർ ബെറ്റർ ഈൽഡ് എന്നതിൻ്റെ മീനിങ്. സോ വാട്ട് യു മീൻ ബൈ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്? മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഇത്രയും വർക്കുകൾ നോട്ടിൽ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആയിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.